കേരളത്തിൽ മറ്റൊരു കാര്യം ഈ പറയുന്ന പോലെ ഇടയ്ക്ക് വന്ന കുന്തിരിക്കം സ്റ്റേറ്റ്മെൻറ്റ്, കുന്തിരിക്കം വീട്ടിൽ വാങ്ങിച്ചു. അപ്പോൾ അതെ, അവലും മലരും എല്ലാവരും സഹിച്ചു. കാര്യം അവലും മലരും അതായത് RSSുമായിട്ടുള്ള സംഘർഷമാണല്ലോ. RSSൻ്റെ ഹിന്ദുക്കളാകുമ്പോൾ കുഴപ്പമില്ലാന്ന്. പക്ഷേ ഈ കുന്തിരിക്കം ഒരുപാട് പേരെ ഞെട്ടിച്ചു. കാര്യം എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് കുന്തിരിക്കം പറഞ്ഞു? കാര്യം ആരെ ഉപദ്രവിക്കാതെ നിൽക്കുന്ന ഒരു സമൂഹത്തെ കുന്തിരിക്കം പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു അപായ സൂചന അവർ പല ആളുകൾക്ക് ലഭിച്ചു. അതെ, കിട്ടിയിട്ടുണ്ട്. ഇന്നും ഉണ്ട്. ഇന്നിപ്പോൾ UDFന് വോട്ട് ചെയ്ത പലർക്കും ആ അപായ സൂചന മനസ്സിലുണ്ട്. അവരെന്നാണോ ഈ ഒരു ശക്തമായ രീതിയിൽ BJP മുന്നോട്ട് വരുന്നത്, അവർ കൂടെ വരും. നേരത്തെ പറഞ്ഞ പോലെ BJP ഔട്ട്റീച്ചിന് പോകേണ്ട കാര്യമില്ല. BJP സംഘടനാ ശക്തിയിലും വോട്ടിങ്ങിലും വിജയിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണത്തിലും റീച്ച് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഔട്ട്റീച്ച് താനേ വന്നോളും. അതിന് ശ്രമിക്കുകയാണ് ഇരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ പലപ്പോഴും വിമർശനങ്ങൾ ഒരുപാടുണ്ടായി. ഈ ഛത്തീസ്ഗഡ് വിഷയത്തിലൊക്കെ വിമർശനങ്ങൾ ഒരുപാടുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ എന്ന് വെച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻസ് വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. തിരുവല്ലയിലോ അല്ലെങ്കിൽ പാലായിലോ ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും. മാത്രമല്ല അതെ, വളരെ ശക്തമായി BJPക്കൊപ്പം നിലനിൽക്കുന്ന ഒരുപാട് ക്രിസ്ത്യാനികൾ ഇന്ന് പലയിടത്തും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അത് BJPയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമൊന്നുമല്ല. പക്ഷേ ആരെയാണോ കാണേണ്ടത്, ആരെയാണോ കൂടെ നിർത്തേണ്ടതെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതായിരിക്കും ഒരു സാധാരണ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു അഭിപ്രായമായിട്ട് വരുന്നത്.